നോക്കൂ, ഏറ്റവും സീനിയോറിറ്റിയുള്ള ലോക്സഭാംഗത്തെയാണ് സാധാരണഗതിയിൽ പ്രോട്ടം സ്പീക്കറാക്കാറുള്ളത്. ആ നിലയിലുള്ളൊരു കീഴ്വഴക്കമുണ്ട്. പക്ഷേ ആ കീഴ്വഴക്കം പല ഘട്ടങ്ങളിലും മറികടന്നിട്ടുണ്ട്. 1956-ലും 1977-ലും ഒക്കെ തന്നെയും. കഴിഞ്ഞ ലോക്സഭയിൽ മേനകാ ഗാന്ധിയായിരുന്നു ഏറ്റവും സീനിയർ. അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വീരേന്ദ്രകുമാറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കീഴ്വഴക്കം മാത്രമാണ് എന്നുള്ളത് കൊണ്ട് കൊടിക്കുന്നിലിനെ മറികടന്നതിൽ തെറ്റുണ്ടോ? തീർച്ചയായും തെറ്റുണ്ട്. കാരണം ഒരു കീഴ്വഴക്കം മറികടക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണവും ഉണ്ടാകണം, ഒരു ന്യായം വേണം. ഇവിടെ എന്താണ് ന്യായം? 8 വർഷം 8 ടേംസ് 8 പ്രാവശ്യം MP ആയിരുന്ന സീനിയറായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇപ്പോൾ ആ ഹൗസിലുള്ളതിൽ ഏറ്റവും സീനിയറായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തെ, പ്രത്യേകിച്ച് അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുമാണ്, അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് മറ്റൊരാളെ ആക്കേണ്ട കാരണം എന്താണ്? ഒരു കാരണവുമില്ല. ആകെയുള്ള കാരണം അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. ഇത് ബി ജെ പിയുടെ ദളിത് വിരോധം വളരെ വ്യക്തമാക്കുന്നു. മാത്രമല്ല, കൊടിക്കുന്നിൽ സുരേഷ് ഒരു കോൺഗ്രസ്സുകാരനും ആയതുകൊണ്ട് ആണത്. കാര്യം കോൺഗ്രസ്സിന് അർഹമായ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും അർഹമായത് എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാനൊരു കാര്യം ഇവിടെ ഓർപ്പിക്കുകയാണ്. കോൺഗ്രസ്സിന് കഴിഞ്ഞ 10% അംഗങ്ങൾക്ക് 1-2 പേര് കുറവുള്ള എന്ന ഏക കാരണത്താൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഞങ്ങൾക്ക് നിഷേധിച്ചു. അതേസമയത്ത് അസംബ്ലിയിൽ ഡൽഹി അസംബ്ലിയിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുമ്പോൾ കേവലം 2-3 അംഗങ്ങളുള്ള BJP അന്ന് പ്രതിപക്ഷ സ്ഥാനം സ്വീകരിച്ചു. അപ്പോൾ കോൺഗ്രസിനെ അംഗീകരിക്കാതിരിക്കുക, പ്രതിപക്ഷത്തെ ശബ്ദത്തെ അംഗീകരിക്കാതിരിക്കുക, അതുപോലെ തന്നെ ദളിതരെ പൂർണ്ണമായി ഇൻസൾട്ട് ചെയ്യുക, അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കീഴ്വഴക്കം ലംഘിക്കാൻ അല്ലെങ്കിൽ എന്താ കാരണമെന്ന് പറയുവാൻ വാസ്തവത്തിൽ പ്രസിഡന്റിന് ഞാനൊരു കാര്യം വിചാരിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. നമ്മുടെ എല്ലാം രാഷ്ട്രപതിയാണ്. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആ രാഷ്ട്രപതിയെ കൊണ്ട് ഇങ്ങനെ ദളിത് വിരുദ്ധമായ ഒരു ഓർഡറിൽ ഒപ്പിടിച്ചത് ഈ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇതിന് ഒരു പാരലലുമില്ല. വാസ്തവത്തിൽ കീഴ്വഴക്കം ഇതിനു മുമ്പ് ലംഘിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകും. ഇവിടെ എന്താ പ്രത്യേക സാഹചര്യം? ഇവിടെ ദളിതാണെന്നുള്ള ഒരു പ്രത്യേക സാഹചര്യമുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയെ തന്നെ തിരുത്തി എഴുതാനായിരുന്നല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശ്രമം. അതിനുവേണ്ടിയാണല്ലോ 370-400 സീറ്റ് വേണമെന്ന് ജനങ്ങളോട് പറഞ്ഞത്. അതേതായാലും ജനങ്ങൾ കൊടുത്തില്ല. ഭരണഘടനയെ മാറ്റുവാൻ ജനങ്ങൾ അനുവദിച്ചിട്ടില്ല. പക്ഷേ ഡോക്ടർ അംബേദ്കറെയും അതുപോലെ ദളിത് വിഭാഗത്തിലുള്ളവരെയും ഇൻസൾട്ട് ചെയ്യുക എന്നുള്ള നടപടി വീണ്ടും അവർ ചെയ്യുന്നു. ഇത് ദളിത് സമൂഹത്തോട് കാണിച്ച ഏറ്റവും വലിയ ഇൻസൾട്ടാണ്. ഡോക്ടർ അംബേദ്കറോട് കാണിച്ച ഇൻസൾട്ടാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. പ്രൊഫസർ പി ജെ കുര്യൻ, ഈ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രൊട്ടം സ്പീക്കർ ആക്കാത്തതിലൂടെ ലഭിക്കുന്ന സന്ദേശം എന്താണ്? ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായിട്ടില്ല. 2014 മുതൽ 2024 വരെയുള്ള 2 പാർലമെൻറ്റിൽ, ശരിയാണ്, നമുക്കറിയാവുന്നതുപോലെ അങ്ങ് അല്പം മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു അംഗീകൃത പ്രതിപക്ഷത്തിനുള്ള അംഗസംഖ്യ കോൺഗ്രസിനുണ്ടായിരുന്നില്ല. ഈ 2 ലോക്സഭകളിലും പ്രതിപക്ഷത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഭരണപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത്, നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. സമാനമായ വിധത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 99 അംഗങ്ങളുണ്ടാകും, 240-ലധികം അംഗങ്ങൾ പാർലമെൻറ്റിൽ, ലോക്സഭയിൽ ആകെ ഉണ്ടാകും പ്രതിപക്ഷത്തിന്. അങ്ങനെയാണെങ്കിൽ തന്നെയും പഴയ രീതിയിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് പാർലമെൻ്ററി പ്രൊസീജിയേഴ്സിനെ മറികടന്നുകൊണ്ട് പോകും 3ാമത്തെ പാർലമെൻറ്റിലും, തുടർച്ചയായ 3ാമത്തെ പാർലമെൻറ്റിലും എന്ന സന്ദേശമാണ് നൽകുന്നത് എന്ന് അനുമാനിക്കാമോ പ്രൊഫസർ പി ജെ കുര്യൻ? തീർച്ചയായും അങ്ങനെയുള്ള ഒരു തെറ്റായ മെസ്സേജാണ് ഇപ്പോൾ ഗവൺമെൻറ് നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ശ്രീ നികേഷ് ഒരു കാര്യം പറയാം. ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുവാൻ, ഒരു പ്രതിപക്ഷത്തു നിന്ന് ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ എടുക്കുവാൻ ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം വേണമെന്നില്ല, ഇത്ര നമ്പർ വേണമെന്നില്ല.
പ്രതിപക്ഷത്ത് ആരെ വേണമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറാക്കുവാൻ ഗവൺമെൻറ് കഴിയുമായിരുന്നു. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കറെ എടുക്കാതിരുന്നത് ജനാധിപത്യത്തോടുള്ള അവഹേളനവും പ്രതിപക്ഷങ്ങളെ ഒന്നടങ്കം അവഹേളിക്കുന്നു, പ്രതിപക്ഷങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന ആ ഒരു സമീപനമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യവും. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനവും 10% അംഗങ്ങളില്ലെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെ അപ്പോയിന്റ് ചെയ്യാൻ സ്പീക്കർക്ക് കഴിയും. അതും ചെയ്തില്ല. അപ്പോൾ കഴിഞ്ഞ 2 പാർലമെൻറ്റിലും, അതായത് പ്രത്യേകിച്ച് NDAയുടെ 2ാം ഗവൺമെൻറ്റിൽ പ്രതിപക്ഷത്തെ പൂർണ്ണമായി അവഹേളിക്കുകയും പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ തമസ്കരിക്കുകയും ജനാധിപത്യ കീഴ്വഴക്കങ്ങളെ എല്ലാം ലംഘിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ 5 വർഷം സ്വീകരിച്ചത്. അതേ സമീപനം ഇപ്പോഴും ഞാൻ തിരുത്താൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ അദ്ദേഹം കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷത്തെ ഏറ്റവും പ്രഗത്ഭമായ പാർട്ടി 100-ലധികം സീറ്റ് ലഭിച്ച ആ പാർട്ടിയെപ്പോലും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന സന്ദേശമാണ് അദ്ദേഹം ഇപ്പോൾ നൽകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ വിശ്വാസമില്ലായ്മയാണ്. ജനാധിപത്യത്തെയും പാർലമെന്റ് ജനാധിപത്യത്തെയും തകർക്കുന്ന പരിപാടികളാണ് കഴിഞ്ഞ NDA ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അദ്ദേഹം തുടരും എന്നതാണ് ഈ പരിപാടിയിൽ നിന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. Debate with MV Nikesh Kumar.